ഒന്നാം ക്ലാസ്സിലെ പാദ വാർഷിക മൂല്യനിർണ്ണയം 2024 ചോദ്യപേപ്പറാണ്. ഇത് 3-ാം ദിവസത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആടും പാവകൾ നിറം നൽകൂ എണ്ണി എഴുതൂ. ഇത് കോഴിമുട്ട കൊണ്ട് ഉണ്ടാക്കിയ പാവകളാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു കഥ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തരും. ഒന്നാമത്തെ ബോക്സിൽ കുറേ പാവകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പച്ച 3 എണ്ണമെന്നും നീല 2 എണ്ണമെന്നും കൊടുത്തിട്ടുണ്ട്. നമ്മളിതിന് 3 എണ്ണത്തിന് പച്ച ക്രയോൺ കൊണ്ട് കളർ കൊടുക്കണം. അതേപോലെ 2 എണ്ണത്തിന് നീല കളറുമാണ് കൊടുക്കേണ്ടത്. ഇത് കുട്ടികളെ സ്വയം ക്ലാസ്സിലിരുന്ന് ചെയ്യണം. അടുത്ത ബോക്സിലും ഇതുപോലെ പച്ച എത്ര എണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൊടുക്കാം. അതുപോലെ നീല കളറുമാണ്, പച്ചയും നീലയുമാണ് ഇതിൽ കൊടുക്കേണ്ടത്. എത്ര എണ്ണം പച്ച കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ നീല എത്ര എണ്ണം കൊടുക്കണമെന്നും തീരുമാനിക്കാം. അടുത്തതിൽ പച്ച, നീല, ചുവപ്പ്. ഇതിൽ 3 കളർ നമ്മൾ കൊടുക്കണം. അതായത് പച്ചയും നീലയും ചുവപ്പും കൊടുക്കണം. അപ്പോൾ അതിൽ എത്ര എണ്ണം പച്ച കൊടുത്തു, എത്ര എണ്ണം നീല കൊടുത്തു, എത്ര എണ്ണം ചുവപ്പ് കൊടുത്തു, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് കളർ കൊടുക്കാം. ഇനി നമുക്കത് ഇംഗ്ലീഷ് മീഡിയം ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 9 ഡാൻസിങ് ഡോൾസ്. കളർ ദ പിക്ചേഴ്സ്. അവിടെ നമ്മൾ കളർ കൊടുക്കേണ്ടത് ഗ്രീൻ, റെഡ്, ബ്ലൂ എന്നീ ക്രയോണാണ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രം എടുത്താൽ മതിയെന്ന് ടീച്ചർ പറയും. ഇതിൽ ഒന്നാമത്തെ ബോക്സിൽ 5 ഡോൾസ് ആണ് ഉള്ളത്. ഈ 5 ഡോൾസിൽ ഗ്രീൻ 3 കളേഴ്സും കൊടുക്കണം. അതുപോലെ ബ്ലൂ കളർ 2 കൊടുക്കണം. അടുത്തതിൽ നമ്മൾ ഗ്രീനും ബ്ലൂവും ആണ് കൊടുക്കേണ്ടത്. ഗ്രീൻ മാത്രം കൊടുക്കാൻ പാടില്ല, ബ്ലൂ മാത്രം കൊടുക്കാൻ പാടില്ല. അത് എത്ര എണ്ണം കൊടുത്തു എന്ന് നിങ്ങൾ ഇവിടെ കൗണ്ട് ചെയ്ത് അതിന് നേർക്ക് എഴുതുകയും വേണം. അതേപോലെ മൂന്നാമത്തെ ബോക്സിൽ അവിടെ 5 ഡോൾസ് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം 3 കളർ കൊടുക്കണം. ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ്. പച്ച, നീല, ചുവപ്പ് 3 കളറും ഇതിന് കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഗ്രീൻ എത്ര കളർ കൊടുത്തു എന്ന് ഈ ബോക്സിൽ എഴുതുക. അതുപോലെ ബ്ലൂ എത്ര കൊടുത്തു എന്ന് ഈ ബോക്സിൽ എഴുതുക. അതുപോലെ റെഡ് എത്ര കൊടുത്തു എന്ന് ഈ ബോക്സിൽ എഴുതുക. പ്രവർത്തനം 10 എത്ര പാവകൾ. ആമിക്ക് കുറച്ച് പാവകൾ കിട്ടിയിട്ടുണ്ട്. ആമിക്ക് കിട്ടിയ പാവകൾ 4 എണ്ണം ഒരു മേശപ്പുറത്തുണ്ട്. അതോടൊപ്പം തന്നെ 2 എണ്ണവും ഉണ്ട്. ഈ 4ഉം 2ഉം ആമിക്ക് കിട്ടിയ പാവകളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 2 കൂടി ചേർത്താൽ ആകെ എത്ര പാവകൾ കിട്ടുമെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 4 കൂട്ടണം 2 സമം എത്ര എന്ന് അവിടെ എഴുതണം. ഇത് നമ്മൾ സ്വയം കണ്ടെത്തി എഴുതണം. അടുത്തത് രവിക്ക് കിട്ടിയ പാവകൾ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 3 എണ്ണം കിട്ടി, പിന്നീട് 2 എണ്ണം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ബോക്സിൽ എത്രയൊക്കെയാണ് എഴുതേണ്ടത്, അതിൻ്റെ ഉത്തരം ആകെ എത്ര എണ്ണം എന്ന് നമ്മളിവിടെ കണ്ടെത്തി എഴുതണം. ഇനി ഇമയ്ക്ക് കിട്ടിയ പാവകൾ 3ഉം 1ഉം ആണ് ഉള്ളത്. അതും ഇതേപോലെ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ നോക്കാം. ആക്ടിവിറ്റി 10 ഹൗ മെനി ഡോൾസ്. ആഡ് ആൻഡ് റൈറ്റ്. അവിടെ കൂട്ടിയിട്ട് എഴുതാനാണ് പറയുന്നത്. ആമി ഹാസ് ഫസ്റ്റ് ടേബിളിൽ 4 ഡോൾസ് ഉണ്ട്. സെക്കൻഡ് ടേബിളിൽ 2 ഡോൾസുമാണുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ബോക്സിൽ 4 + 2 = ഡാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. 4 + 2 4ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് ഈ ബോക്സിൽ എഴുതുക. ഇതേപോലെ രവിക്ക് കിട്ടിയതും അവിടെ എഴുതിയിട്ടുണ്ട്. രവി ഫസ്റ്റ് കിട്ടിയത് 3 ഡോൾസ് ആണ്. സെക്കൻഡ് ടൈമിൽ 2 ഡോൾസും കൂടി കിട്ടി. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ഡോൾസ് കിട്ടി, അത് നമ്മൾ ഈ ബോക്സിൽ ആ നമ്പേഴ്സ് ആദ്യം നമ്മൾ 3 എഴുതുക, പിന്നെ 2 എഴുതുക, പിന്നെ അത് ആഡ് ചെയ്ത് ലാസ്റ്റ് കോളത്തിൽ എഴുതുക. ഈ എമ്മയ്ക്ക് കിട്ടിയ ഡോൾസും അവിടെയുണ്ട്. എമ്മയ്ക്ക് ആദ്യം 3 ഡോൾസും പിന്നെ 1 ഡോളുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 + 1 = അവിടെ എഴുതുക. പ്രവർത്തനം 11 ഹായ് പൂക്കൾ. പൂക്കൾക്ക് യോജിച്ച നിറം നൽകൂ. തെച്ചി കൊടുത്തിട്ടുണ്ട്. തെച്ചിയുടെ കളർ എല്ലാവർക്കും അറിയാം. ക്രയോൺ കൊണ്ട് അത് കൊടുക്കുക. കോളാമ്പി പൂ കൊടുത്തിട്ടുണ്ട്. കോളാമ്പി പല കളറുണ്ട്. മഞ്ഞയുണ്ട്, റോസ് ഉണ്ട്, ചുവപ്പുണ്ട്. അപ്പോൾ നമ്മൾക്ക് സാധാരണ മഞ്ഞയാണ്. ഏത് കളർ കൊടുത്താലും കുഴപ്പമില്ല. അടുത്ത കാക്കപ്പൂവാണ്. വയലറ്റ് നിറമുള്ള ഒരു പൂവാണ് കാക്കപ്പൂ. ചെമ്പരത്തിയും ഇതുപോലെ പല കളറുള്ള ചെമ്പരത്തിയും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. എങ്കിലും പൊതുവെ ചുവന്ന കളറാണ് ചെമ്പരത്തിക്കുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ കൊടുക്കാവുന്നതാണ്. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതണം. വെള്ള നിറത്തിലുള്ള ഒരു പൂവിന്റെ പേര് എഴുതുക. അതായത് പൂവിന്റെ ഇതളുകൾക്കൊക്കെ വെളുത്ത നിറമുള്ള ഒരു പൂവിന്റെ പേര് എഴുതുക. വെളുത്ത നിറമുള്ള പൂക്കൾ ധാരാളമുണ്ട്. പ്രവർത്തനം 12 കുഞ്ഞന്റെ കാഴ്ചകൾ. ചിത്രം നോക്കി എഴുതൂ. അവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ നേർക്ക് അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു കിളി തേൻ കുടിക്കുന്ന ചിത്രമാണ്. അത് നമ്മൾ ഈ ബോക്സിൽ എഴുതുക. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു വലിയ മരത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളിവിടെ എഴുതുക. മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു കുളത്തിൽ ഒരു തവളച്ചേട്ടൻ ഇരിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്.
ഇതിൻ്റെയൊക്കെ ഉത്തരം എവിടെ എഴുതിയിട്ടുണ്ട്? Okay, thank you for watching this video.